കഴിക്കുന്നല്ലോ. ഓ അതന്നെ അതെന്നാന്ന് പറഞ്ഞാൽ എൻ്റെ പണിയൊക്കെ ഒഴിയണ്ടേ, എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ സമയം കിട്ടണ്ടേ. ഈ ദോശ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിന് കഴിച്ചാൽ പോരെ. അത് അടുപ്പിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുമോ? ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കുമോ? ക്ലീറ്റോൻ്റെ വഴിക്കോ? നിന്നോട് ഒരു കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും നീ അത് ചെയ്യൂല. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കാനായിട്ട്. ഇപ്പം അവിടെ അപ്പുറത്തെ കടയിൽ ഉണ്ടമ്പൊരി വന്നെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ നീ പോകും. ആ അതെ, വീട് വൃത്തിയാക്കൽ, പാചകം, തുണി കഴിവക്കം, അത് നിങ്ങൾ സ്ത്രീകളുടെ മാത്രം അവകാശം. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശം വേണ്ട. നീ കൊടങ്ങാവളെ പോയ എല്ലാ പണിയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതവൾ അടുക്കളയിൽ നിന്ന് മാറുമ്പോഴല്ലേ. ഇവിടെ തങ്കച്ചേട്ടത്തെ എല്ലാ ജോലിയും ചെയ്യാനായിട്ട് അടുക്കള റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് അടുക്കള കയറി ഇടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ചുമലപ്പെട്ടി തൂക്കി എവിടെ പോവാ? അടുത്ത് വിളിച്ചിട്ട് വണ്ടി ശരിയാക്കാൻ വർക്ക്ഷോപ്പിലിട്ട് വരുമെന്ന് പറഞ്ഞു. വേറെ എന്താ പരിപാടിക്കാൻ പോണേന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് പരിപാടി? എല്ലാ ദിവസവും ഇതും തൂക്കി പിടിച്ചിട്ട് നീ പോണുണ്ട്. ഒരു രൂപ പോലും നിന്റെ പോക്കറ്റിൽ ഇരിക്കണേ കാണാറില്ല. സുഹൃത്തെ, മൊത്തം പൈസ മൊബൈലല്ലേ. പോക്കറ്റ് ഇപ്പോഴത്തെ ആരെങ്കിലും പൈസ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ബസ്സിനകത്ത് ഒരു ടിക്കറ്റ് വയ്ക്കും, ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി. കടകളിൽ ചെന്നാ, തിയേറ്ററിൽ ചെന്നാ, പിന്നെ എന്തിനാ പൈസ കൊണ്ട് നടക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംവിധാനം തുടങ്ങിയപ്പോൾ ഒരു വിഭാഗം ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. എന്താ ഈ ഓൺലൈൻ സംവിധാനം കയറിയപ്പോൾ ഒരു വിഭാഗം ജോലിയില്ലാതെ വീട്ടിലിരിക്കുക. നിങ്ങൾ അവരെ കുറിച്ച് ആലോചിച്ചു. പോക്കറ്റ് അടിക്കുന്നുണ്ടോ? അവർ വരുമാനം പോലെ. അങ്ങനെ വരുമാനം പോയ വേറൊരു വിഭാഗവും കൂടി ഉണ്ട്. ഏത് വിഭാഗം? കേരളത്തിലെ വീട്ടമ്മമാര്. ഭർത്താക്കന്മാരുടെ പോക്കറ്റ് ഇപ്പൊ പൈസ ഇല്ലാത്തോണ്ട് കൈട്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ. ക്ലീറ്റോന്റെ പോക്കറ്റിൽ വല്ലപ്പോഴും 10 രൂപ കിട്ടണം. ഇപ്പൊ അതുമില്ല. അപ്പൊ നിങ്ങൾ എന്റെ പോക്കറ്റും പരിശോധിക്കുന്നു? ആ, നിന്റെ പോക്കറ്റ് ഒന്ന് പരിശോധിച്ചായിരുന്നു മുട്ട മേടിക്കാൻ. ദൈവം സഹായിച്ച ഒന്നും കിട്ടിയില്ല. ഒരു ബില്ല് കിട്ടി. എന്ത് ബില്ല്? ആ, എന്താണ്ട് സ്പെയർ പാർട്ടിന്റെ കടയിൽ എന്തോ ഒരു ബില്ല്. സാജന്റെ കടയില്. പിന്നെ അതുവഴി പോകാൻ പറ്റത്തില്ല. എടാ പോയിട്ട് വരുമ്പോഴേ എന്തായാലും നീ നിന്നില്ലേ, ഇച്ചിരി പയറും മത്തങ്ങയും മേടിച്ചിട്ടുണ്ട്. ഒരു വൻപയർ. പയറും മത്തങ്ങ എന്തിന്? എരിശ്ശേരി വെക്കാം നമുക്ക്. കൊറേ നാളെ എരിശ്ശേരി വെച്ചിട്ട് കൊതിയാവണം. അമ്മയ്ക്കും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പൈസ വെച്ച് ചിക്കനോട് മേടിച്ച് ആ ചിക്കനോട് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ സൂപ്പർ ശരി വേണ്ട. വരുമോ? വരുമ്പോ മറന്നല്ലേ കൊണ്ടുവരാം. മറന്നുപോയാ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും, ഒരു മത്തങ്ങ മുഴുവൻ വേണ്ട, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഇച്ചിരി വൻപയർ, ഒരു 1/2 കിലോ വൻപയർ മേടിച്ചോ. നാളെ പുട്ടിനും എടുക്കാം. മറക്കല്ലേ? ഇല്ല, മറക്കില്ല. കുതന്ത്രമൊന്നും അറിയില്ല. എല്ലാരും പോയി. കുറേ ദിവസമായി തിരിരാഴ ഈ ചീര ഇവിടെ കൊണ്ടുവച്ചിട്ട്. ഇവിടെ ആർക്കും വേണ്ട. എന്റെ അമ്മ ഇത് കണ്ടിട്ട് 1 മാസമായാലോ പോകുന്നുണ്ടല്ലോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുവായിരുന്നു. അല്ല, 1 മാസമൊന്നും ആയില്ല. പച്ചപ്പുണ്ടല്ലോ. ആ, അമ്മയ്ക്ക് ചീരയൊക്കെ ഇഷ്ടമാണോ? ചീര അമ്മയ്ക്ക് ഇഷ്ടമാണ്. അല്ല, എനിക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടം തന്നെ. ആ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വെച്ച ചിക്കൻ മട്ടനും ഒക്കെ മതിയായിരിക്കുമല്ലേ? അല്ല, മീൻകറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് പക്ഷെ അത് പറ്റത്തില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് വല്ല ചിക്കനും മട്ടനും പുഴുങ്ങി തിന്നണം. ഇത് ഇതിന്റെ ഗുണമെന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയ്ക്ക് പറയാൻ വയ്യായിരുന്നു വല്ലതൊക്കെ വെച്ചുണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോകാൻ. എടി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 7 മണിയാവും. പിന്നെ ഡാൻസ് ക്ലാസ്സിനെന്ന് പറഞ്ഞങ്ങ് പോകും. ഞാൻ പറയും നീ പോയിക്കോ, ഉള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിച്ചോളാം. അയ്യോ, ലില്ലിയുടെ ഭാഗ്യം. അല്ല, പിന്നെ ഈ ഡാൻസ് പരിപാടി ഒന്നും ഇല്ല. പിന്നെ ഞാൻ ചുമ്മാ ഇവിടുന്ന് TV കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ അല്ലേ? അല്ല, പക്ഷെ എൻ്റെ തങ്കത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് തൊഴിലുറപ്പിന് പോകാൻ. അതല്ലേ ആ തങ്കത്തിന്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുമേ. കഷ്ടമുണ്ട് കുടുംബം നോക്കാൻ വേണ്ടി. എന്തോരം പെണ്ണ് കിടന്ന് കഷ്ടപ്പെടുന്നു. എന്താണ്ട്? അല്ല, നിനക്കൊന്നും ജോലിക്ക് കൊണ്ടായിരുന്നു. ഒരു വണ്ടി വരുമെന്ന് പറഞ്ഞ് പോയിരുന്നേ. അപ്പൊ അവ ഉച്ചയ്ക്കേ വരത്തുള്ളൂ തോന്നുന്നു. ചൂടായിട്ട് അവിടെ ഇരിക്കണമെന്ന് എറിഞ്ഞു പോകുന്നു. പിന്നെ വൻപയർ തന്നെ തുറമ്പക്ക് പോകും. ആ, ഇരിപ്പോണ്ട് പയർ വെച്ചാൽ മതി. എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല. ഇത്ര ആളായാലും ഞാൻ കണ്ടിട്ട്. ആ, വല്ലപ്പോഴും ഒക്കെ എല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റും. എപ്പോഴും പല സമയം വേണ്ടേ? വരവൊന്നും മതിയല്ലോ. ആ, അവനെന്തോരം ആക്കി പോയിട്ടുണ്ട്. അല്ല, ഈ ചെറുക്കൻ പണിക്കൊന്നും പോകുന്നില്ലേ ഇപ്പൊ? അല്ല, പോവും. വല്ലപ്പോഴൊക്കെ പോവും. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോവും. ഓ, ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകുന്നു. ഓരോത്തികളുടെ ഭാഗ്യം. ഇന്നത്തെ കാലത്തെ ഒരു ചെക്കനെ കിട്ടാൻ എന്ത് പാടാന്നറിയോ? ദണ്ടാ ശ്രീജയുടെ മോക്കൊരു ചെക്കനെ നോക്കിയിട്ട് തെക്ക് മടക്ക് നടക്കും. ഇതുവരെ ഒന്നിനെയും കിട്ടത്തില്ല. എന്തോന്ന് ചെയ്യാ? കഷ്ടം. അയ്യോ അയ്യോ. ഇപ്പൊ വന്നതേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് വരുന്നു. ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനേ അവിടെ ശ്രീജയില്ലേ, ശ്രീജയുടെ മോനൊരു പെണ്ണിന്റെ കാര്യം സുലു പറഞ്ഞായിരുന്നേ. ശരിയായ എവിടാ? അവിടെ ചെന്നപ്പോ കണ്ടുമില്ല, കേട്ടുമില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ രത്നമ്മ ചേച്ചിയെ കണ്ടു. നോക്കിയപ്പോ ചീരയായിരിക്കുന്നു. ചീരയാ? ഓ, ആ 1 മാസം കണ്ടായി ഫ്രിഡ്ജിനകത്തിരിക്കുവായിരുന്നോ, അമ്മയ്ക്ക് ചീരക്കറി ഇഷ്ടമാണെന്നോ എന്നൊക്കെ പറഞ്ഞ് തന്നെ എവിടെ നിന്ന് അരിയുന്നുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞ?
അങ്ങനെ പറഞ്ഞതല്ല എൻ്റെ പൊന്നിലില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ അമ്മ പ്രായമായിരിക്കില്ലേ, വല്ലതും നല്ല വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് നിനക്ക് ഇറങ്ങിപ്പോയി കൂടെ? വെച്ചുണ്ടാക്കി കൊടുക്കത്തില്ലെന്ന് അമ്മ പറഞ്ഞ. അമ്മയ്ക്ക് വായിക്ക് രുചികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ ഞാനീ പോണം. എൻ്റെ പൊന്നുമോളെ അമ്മ അങ്ങനെ പറഞ്ഞൊന്നും ഇല്ല. അല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം ലില്ലിയുടെ കാര്യവും പിന്നെ തങ്കത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. അല്ല വേറൊന്നും. എന്ത് കാര്യം? അയ്യോ, ഒന്നും കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല എൻ്റെ പൊന്നെ. പിന്നെ ലില്ലി ഭയങ്കര ഭാഗ്യവതിയാണെന്നും ലില്ലി കഷ്ടപ്പാടൊന്നുമില്ല, സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്നും. പാവം തങ്കം തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്, അവർക്ക് ഒരുപാട് കഷ്ടപ്പാടാന്നൊക്കെ. അങ്ങനെ അതിനെന്താ എല്ലാരും പോണില്ലേ തൊഴിലുറപ്പിന്? എല്ലാവരും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അങ്ങനെയല്ല, അവളൊരു പാവം പിടിച്ച പെണ്ണല്ലേ. സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല ചൊവ്വുള്ളൊരു ചെറുക്കനെ കിട്ടത്തില്ലായിരുന്നു. എന്താ ക്ലീറ്റോ ചേട്ടാ അതൊരു കുഴപ്പം? എന്തോന്നും കുഴപ്പം, ജോലിയും വേലയില്ല നടക്കുന്ന. അവൾക്ക് പണ്ടത്തെ കല്യാണം പറഞ്ഞാൽ ചെറുക്കനില്ലായിരുന്നു. എന്തോ ഒരു നല്ല ചെറുക്കനായിരുന്നു. അവൻ്റെ കൂടെ ആയിരുന്നു അവളിപ്പോൾ എത്ര സുഖമായിട്ട് കഴിഞ്ഞാൽ. ചേച്ചിക്ക് എങ്ങനെ അറിയാം ക്ലീറ്റോ ചേട്ടന്റെ വേലയും കൂലിയൊന്നും ഇല്ലെന്ന്? ഓ ലില്ലി ചേച്ചിയാണ് അവിടുത്തെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, ലില്ലിക്ക് വിഷമായോ? ആങ്ങളെയാണെന്ന് എനിക്കറിയാം, ഞാൻ മറന്നുപോയി കേട്ടോ, സോറി. അങ്ങനെ വിഷമിക്കാൻ പറഞ്ഞതല്ല. അല്ല, ഞാൻ ഈ ഓരോ കഷ്ടപ്പാട് കണ്ട് പറഞ്ഞു പോയതാണ്. ലില്ലിക്കാണെങ്കിൽ നല്ല ഒന്നാമതൊരു ഒരു പോലീസുകാരനെ കിട്ടിയില്ലേ, അതുകൊണ്ട് ലില്ലിയുടെ ഭാഗ്യം. അത്രേ ഉള്ളൂ. നമ്മുടെ ശ്രീജയില്ലേ, ആ ശ്രീജയുടെ മോനൊരു ചെറുക്കൻ പെണ്ണ് നോക്കി നടന്നിട്ട് എത്ര കാലമായി, ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. ചേച്ചിയല്ലേ നോക്കുന്നത്, ചിലപ്പോ കിട്ടൂല. ചെല്ലിതേ മഴ വരാൻ പോണു. ഓരോരുത്തരുടെ ഭാഗ്യം. ഈ കല്യാണമൊക്കെ എന്ന് പറയുന്നത് ഒരു വിധിയാ, യോഗം, അല്ലാതെ എന്ത് പറയാ. ശരി. അമ്മ അങ്ങോട്ട് മാറിക്കേ. ഇത് മാറ്. അയ്യോ എടി, നീ പോയി ഡ്രസ്സ് മാറ്. വേണ്ട, സാരില്ല, മാറ്, ഞാൻ ചെയ്തോളാം. മാറ്. പറഞ്ഞാ മനസ്സിലാവത്തില്ലല്ലോ. അതെ, രാവിലെ ഞാൻ പോണതിന് മുന്നേ മീൻകറി വെച്ച്, മോര് കാച്ചി, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, ഇവിടെ അച്ചാറുണ്ട്, ഇത്രയും കറികളുണ്ട്. എന്നിട്ടും അമ്മ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ചീര അരിഞ്ഞ് തോരൻ വെക്കുന്നുണ്ട്. എന്റെ പൊന്നടി, അതുകൊണ്ടല്ല ഞാൻ ഇത് വാടിപ്പോണ്ടാന്ന് കരുതി ഞാൻ എടുത്തു വെച്ചത്. 2-3 ദിവസം ആയില്ലേ അവ ഇത് കൊണ്ടുവന്നിട്ട്. അമ്മാവനിത് മിനിഞ്ഞാന്നല്ലേ കൊണ്ടുവന്നത്? അപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഇത് അരിഞ്ഞ് ഞാൻ തോരൻ വെക്കട്ടെ എന്ന്. അപ്പൊ എന്തുവാ പറഞ്ഞത് അമ്മ? വേണ്ടാന്ന് പറഞ്ഞു. അതെന്തെന്നറിയാൻ ഇവിടെ അന്ന് ഇഷ്ടം പോലെ ഇവിടെ പച്ചക്കറി അരിഞ്ഞ് വെച്ചേക്കല്ലായിരുന്നാ, അതുകൊണ്ടാ. അമ്മ തന്നെ ഓരോന്നോ പറയും, എന്നിട്ട് അമ്മ തന്നെ അമ്മക്ക് ഇഷ്ടമുള്ളത് നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പുകയും ചെയ്യും. എന്തോ പൊന്നെ, എന്ത് ഞാൻ എന്തോ പറഞ്ഞ എന്ത്? ഞാൻ ഈ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ ഉള്ളവരാരും വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിക്കുന്നില്ലേ? നേരം വിളിക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേക്കുന്നില്ലേ? എന്റെ പൊന്നടി, ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇത് വാടിപ്പോണ്ടാന്ന് കരുതി എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാനൊന്നെടുത്ത് വച്ചു പോയതാണ്. അവിടെയാണെങ്കിൽ അവളാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മത്തങ്ങ എരിശോരി എന്താ വേറെ എന്താ 2-3 വട്ടം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. മകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, മരുമോളൊന്നും ഉണ്ടാക്കി തരുന്നില്ലല്ലോ. മരുമോൾക്കാണല്ലോ എപ്പോഴും കുറ്റം. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആ അമ്മേ, എന്താണ് വർക്ക്ഷോപ്പിലൊന്നും പോയില്ലേ? വർഷപ്പിലെ സ്പെയർ പാർട്സ് ഓർഡർ ചെയ്ത് വന്നിട്ടില്ല ഓൺലൈനിൽ. ചോറും കഴിച്ചിട്ടങ്ങ് വന്നിട്ട്. ചോറ് വേണമെങ്കിൽ എടുത്ത് കഴിക്കണം. മരുമൊക്കെ എന്തൊരു ബാധ കയറിയ? എനിക്കറിഞ്ഞൂടെ, ഞാൻ ഈ ചീര വാടിപ്പോയിരിക്കാൻ വേണ്ടി ഒന്നെടുത്ത് തോരൻ വെച്ചു പോയി. അതിനാണ് ഈ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് ഓടിയത്. അപ്പൊ സൂക്ഷിച്ചോ, തെക്കിനി നിറങ്ങിയ നാഗോലി ഇവിടെ വിട്ടു പോയിട്ടില്ല. തോരൻ വെച്ചതിന് അതാ പറഞ്ഞത്. ഇതെന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. ഞാൻ എന്റെ പാട്ടിന് പോണു. ടേസ്റ്റ് ചെയ്ത് നോക്കാം, ദേശത്തെ എല്ലാം ഇട്ടോന്ന് അറിയണമല്ലോ. എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്തോ, തിന്നുക, എടുത്ത് കളയുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തോ ഒരു കഷ്ടമാണിത്. ഞാൻ വല്ലതും പറഞ്ഞ ഇത് വാടിപ്പോണ്ടെന്ന് കരുതല്ലേ ഞാനിത് ചെയ്തത്. ഞാൻ പോണു. വാടിത്തുടങ്ങി ചിരിയ. ഞാൻ തറവാട്ടിൽ തന്നെ നിന്നപ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. അമ്മ എന്നെയും ചേച്ചിനെ രണ്ടായിട്ട് കാണുന്നതായി ഇവിടുത്തെ പ്രശ്നം. എന്തുവാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് അമ്മ കാണുന്നത്. ഞാൻ മരുമോള്, ചേച്ചി മോള്. അങ്ങനെയാണ്, അത് സ്ഥാനം കൊണ്ട് അങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല അമ്മ സ്ഥാനം കൊണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങനെ തന്നെ കാണുന്നത്. എന്നെ ചീത്ത പറഞ്ഞ അത്ര നിന്നെ വഴക്കുറയാറുണ്ട് അമ്മ. അയ്യോ എന്റെ പൊന്നേച്ചി, ചേച്ചി എന്തെങ്കിലും കേൾക്കുന്നുണ്ടാ? ഇവിടെ പറയുന്നില്ലായിരിക്കും, വരുന്നവരോട് പറയുന്നുണ്ടല്ലോ അമ്മ എന്റെ കുറ്റം. എന്ത് പറഞ്ഞില്ലേ ഈ പറയുന്നത്? സാധാരണ പോലെ ഇവിടെ വർത്താനം പറഞ്ഞതായിരിക്കും. അങ്ങനെ അതും അവരോട് പോയി പറയോ? അത് തന്നെയാണ് എനിക്ക്. അമ്മ സാധാരണ പോലെ ഇവിടെ ഇരുന്നോണ്ട് അമ്മക്ക് ആ ചീര എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കളയാൻ വെച്ചിരുന്ന ചീരയാണ്. നമ്മുടെ ഉമ്മറത്തിരുന്ന എന്നിട്ട് അമ്മ പറഞ്ഞത് ഞാൻ അമ്മയ്ക്ക് ഒന്നും വെച്ചുണ്ടാക്കി കൊടുക്കത്തില്ലെന്ന്. ഞാൻ ഉള്ള പണിയെല്ലാം എടുത്തിട്ടല്ലേ അച്ഛാ ഇവിടുന്ന് പോണത്. അച്ഛന് അറിയാവുന്നല്ലേ.
എല്ലാ പണിയും എടുത്തിട്ട് പോരാഞ്ഞിട്ട് എന്റെ ക്ലീറ്റോ ചേട്ടന് എന്റെ അച്ചാച്ചനെ എപ്പോഴും അമ്മയ്ക്ക് കണ്ണി പിടിക്കത്തില്ല, എപ്പോഴും കുറ്റം കുറ്റം കുറ്റം. എന്തോ ചെയ്യുന്നോട് തറവാട്ടി കൊണ്ടാക്കടാ. അതിന്റെ കാര്യമൊന്നുമില്ല, അതിനെപ്പറ്റിയൊന്നും അല്ല പറഞ്ഞത്. ഓരോരുത്തർ വരുമ്പോ അമ്മ എന്തൊക്കെയാന്ന് അറിയോ ഏട്ടാ എന്നെ പറ്റി പറയുന്നത്? എന്താ പ്രശ്നം ഇവിടെ? ആ ഏഷണി ഓമന ചേച്ചി ഒന്ന് വന്ന് കയറി ഇറങ്ങിപ്പോയതിന്റെ കോലാഹലം. എന്തൊക്കെയാന്നറിയാ ഏട്ടാ, ആ ചേച്ചി റോഡ് വെച്ച് പറഞ്ഞപ്പോഴില്ലേ സത്യം പറഞ്ഞ എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടി ചാവാനാ തോന്നിയത്. എടാ അതിന് എന്റെ മത്തങ്ങരിശ്ശേരി എന്ത് കഴിച്ച് മത്തങ്ങരിശ്ശേരി കൊണ്ട് തെങ്ങുചോട്ടി കളഞ്ഞോണം. ചേച്ചി വെക്കണ ഒരു സാധനം ഇനി ഈ വീടിന്റെ അകത്തോട്ട് കയറ്റി പോരുത്. എന്നിട്ട് അമ്മ പറയണ മൊത്തം ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം തങ്കമാണ്, എല്ലാം തങ്കമാണ് ഉണ്ടാക്കുന്നത്. എനിക്കറിയാൻ പാടില്ല എന്റെ പൊന്നു കനക. ആ ചേച്ചി ഇവിടെ വന്നിരുന്ന് എന്തോ പറഞ്ഞു, അമ്മ എന്തോ പറഞ്ഞു. ഞാൻ ഇതൊന്നും അറിയാതെ കുറെ മത്തങ്ങരിശ്ശേരി ഉണ്ടാക്കി വെച്ച്, അമ്മ പോരാത്തതിന് കുറെ ചീരത്തോരൻ ഉണ്ടാക്കി വെച്ച്, അതിന്ന് ഒരു നുള്ളു കഴിക്കാൻ ഇവിടെ സമ്മതിച്ചില്ല. ചീരത്തോരൻ എന്തിനാ ഏട്ടാ ഉണ്ടാക്കിയത്? എന്നെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് കളയാൻ വെച്ചിരുന്ന ചീര എടുത്തോണ്ട് വന്ന് അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യമുള്ളൂ, അവരോട് ഞാൻ ഇപ്പൊ പോയി ചോദിക്കാം അമ്മ എന്താ പറഞ്ഞത്. നിന്നെ കൂട്ടി നിർത്തി ചോദിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, അവർ ഒന്നാം ഏഷ്യക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അവര് വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മളെ വീട്ടുകാര്യങ്ങൾക്ക് എന്തിനാണ് അവരോട് പറയാൻ പോണത്? കണ്ട ഇനി ഇത് കേട്ടിട്ട് അവര് നാട്ടിൽ മുഴുവൻ പറഞ്ഞിട്ടൊക്കെ അവന്റെ പെണ്ണുപിള്ളയുടെ വാക്കം കേട്ടുകൊണ്ട് എന്നെ അവൻ കുറ്റക്കാരാക്കി. എടാ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലാടാ. പിന്നെ പറയാതെയാണ് ചേച്ചി അവരെന്നെ പിടിച്ചു നിർത്തി. വരാവോ? ഞാൻ വരാം, എന്റെ കൂടെ വരാം. അല്ലെങ്കിൽ അവര് നീ വന്നാ അവരോട് വിളിച്ചു ചോദിക്കാം. അല്ല പിന്നെ ഇവള് പറയണത് അമ്മ മരുമോളെ മോളെ രണ്ടായിട്ട് കാണുന്നു. എങ്ങനെ രണ്ടായിട്ട് കാണുന്നേ ഈ പറയണത്? ഒരു ദിവസം അമ്മ എന്നെ എന്തിനൊക്കെ വഴക്ക് പറയും. അവൾ എന്താ പറയണത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പാവോടി അവൾ അങ്ങനത്തെ അത് തന്നെ പറഞ്ഞത്. ലിലിക്ക് നല്ല ചെറുക്കനെ കിട്ടി, നല്ല പോലീസുകാരൻ. തങ്കത്തിന് വേലയും കൂലിയും ഇല്ലാത്ത ഒരുത്തന്നെ കിട്ടി. ഇതൊക്കെയാ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ എന്റെ ആങ്ങളമാരെയും പറയിപ്പിച്ച്. സത്യമല്ലേടാ അത്? വല്ല നുണച്ചുകളും വന്ന് വല്ലതൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ വഴക്കുണ്ടാക്കാൻ നിങ്ങൾ നോക്കരുത്. ശരിയല്ല ഏട്ടാ, ഇവിടുത്തെ എല്ലാ പണിയും എടുത്തിട്ടാ ഞാൻ ഡാൻസ് ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് പോണത്. എടാ എന്നെ തറവാട്ടി കൊണ്ടാക്ക്. എന്തിനാ? സത്യം പറഞ്ഞ നിസ്സാര ആ ചീരയും കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ് ഇത്രയും പ്രശ്നമായത്. അച്ഛമ്മ കേട്ടിട്ടില്ലേ ചീരയെ കുറിച്ചൊരു പാട്ട് തന്നെ ഉണ്ട്. ചീ ചീ ചീര ചീര ചീ 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 ചീര ചീ 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 ചീ. വീട്ടിൽ വന്നൊരു മനസമാനമില്ല. അയ്യോ അയ്യോ ഇടേ ഏട്ടൻ എന്നോട് മിണ്ടണ്ട. ഏട്ടൻ എന്താ പറയാൻ പോണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? വേണ്ട പോ. ഇടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പാടുണ്ടോ? ഏട്ടാ അവര് ഭയങ്കര പരിദൂഷണക്കാരി പെൺപിള്ളേന്ന് എനിക്ക് അറിയാം. പിന്നെ അമ്മ എന്തിനാ അവരോട് ഓരോന്നാ പറയാൻ നിൽക്കുന്നത്? അമ്മയ്ക്ക് എല്ലാവരും എപ്പോഴും ഉള്ളതാണ് എന്നെയും ചേച്ചിനെയും രണ്ടായിട്ട് കാണുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് എന്നത് എത്ര പ്രാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയോ? എടി ഇത് ലോകമുണ്ടായ കാലം മുതലേ ഉള്ളൊരു കാര്യമാണത്. നീ ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, മകൾക്ക് കല്യാണ സമയത്ത് ആരെങ്കിലും സ്ത്രീധനം ചോദിച്ചെന്ന് കണ്ട അപ്പം അവനെ പ്രാകും. അവൻ കഴിവില്ലാത്തവനാണ്, മറ്റവനാണ്, മറിച്ചവനാണ്, നാണം ഉണ്ടാവന്, സ്വന്തമായിട്ട് ജോലി പെണ്ണിനെ പോറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ഇതേ അമ്മ തന്നെ ഈ അമ്മയുടെ മകൻ്റെ ഒരു കല്യാണം വരുമ്പോൾ ആവശ്യത്തിലധികം പൊന്നും പണവും മേടിക്കാതെ കല്യാണം കഴിപ്പിക്കുകയില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേടി? അതങ്ങനെ തന്നെ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനും ചേച്ചി ഒന്നിച്ച് കളിച്ചു വളർന്നല്ലേ ഏട്ടാ, എന്നിട്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാ? നമ്മളമ്മ അങ്ങനെയൊന്നും അല്ല, അമ്മ വെറുതെ പറഞ്ഞായിരിക്കും. നീ വലിയ കാര്യമാക്കല്ലേ? കാരണം എനിക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്കാണെങ്കിൽ ഒരു മരുമോള് വരാനുമില്ല. അതാണ് എന്റെ പ്രശ്നം. അതും എന്റെ പ്രശ്നം തന്നെ. ഞാൻ വരുന്നു. നമ്മുടെ അമ്മയില്ലേ അങ്ങോട്ട്. ശരിയാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ അബദ്ധത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ലില്ലി ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ തങ്കത്തിന് വീട്ടുകാര്യങ്ങൾ നോക്കണം, കൊച്ചുങ്ങളെ നോക്കണം, തൊഴിലുറപ്പിന് പോകണമെന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ രണ്ടും രണ്ടായിട്ട് കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, എനിക്ക് രണ്ടായിട്ട് കാണാൻ പറ്റത്തതും ഇല്ല. പിന്നെ എന്താ പറയാനാ, അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് അവരെ കാണാൻ പറ്റുമോ? രണ്ടായിട്ട് കാണാൻ പറ്റുമോടാ? രണ്ടിനും ഞാൻ കൊണ്ടുവന്ന് വളർത്തിയതല്ലേ.
എനിക്കങ്ങനെ തോന്നത്തില്ല. പക്ഷെ അങ്ങനെ പറയുന്ന അമ്മമാർ കാണുമായിരിക്കും, രണ്ടായിട്ട് കാണുന്ന അമ്മമാർ. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ അവൾക്കങ്ങനെ തോന്നിയെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. അവൾക്ക് എന്നെ അമ്മയായിട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും, അമ്മായി അമ്മയായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കും അവളങ്ങനെ പറഞ്ഞത്. ഇതിപ്പം എന്താ പറയാൻ. അതല്ലെങ്കിൽ ശരിയാ, അമ്മ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവള് പറയും അമ്മയ്ക്ക് വേർതിരിവാണ്, അമ്മയ്ക്ക് വേർതിരിവാണ്. എന്ത് വേർതിരിവ്? ആ ഇനി ചേച്ചിയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ. എന്റെ പൊന്ന് ലില്ലി, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇപ്പൊ നിന്റെ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? എന്റെ അമ്മ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. കണ്ട എൻ്റെ അമ്മ പറഞ്ഞതേട്ടെ, എൻ്റെ അമ്മ. എൻ്റെ പൊന്നെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ തറവാട്ടിലോട്ട് പോവുക. ചെവി കേട്ടൂടെ? ഇതിനപ്പുറത്തൂടെ നടക്കാൻ ഇത്രയും സാധനങ്ങളൊക്കെ. വണ്ടി പടിഞ്ഞാൽ കുറെ പൈസ പെൻഡിങ് ഉള്ളത് കിട്ടിയായിരുന്നു. വെച്ച് പച്ചക്കറി മേടിച്ചു, റോസ്മേരി കിറ്റ് പൈസ ഇട്ട് കൊടുത്തു, 1 കിലോ ബീഫ് മേടിച്ചു, എല്ലും കപ്പയും ചേർത്തൊരു സാധനം വെക്കാം. മറ്റപ്പോൾ പോയിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വാ. പൈസ ഞാൻ ഒരു മൈൻഡ് എടുത്തോളൂ, ആരും അറിയാം നമ്മളെ. എടാ, ഇതൊക്കെ മനസമാധാനവും സ്വസ്ഥതയുള്ള സമയത്ത് വേണം ചെയ്യാൻ. നല്ല ആഹാരം കഴിച്ച് ഒരു ചെറുതൊക്കെ അടിച്ച് അതൊക്കെ ഒരു സമാധാനം വേണം മനസ്സിൽ. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇപ്പോൾ അടിയും പവളായിട്ടിരിക്കുന്നുണ്ട്. അല്ല ശരി, മഞ്ഞുമല ചെറുതായിട്ടൊന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് വേറൊന്നുമല്ല, ലിലിക്ക് നല്ലൊരു ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ പ്രശ്നത്തിന് ഇന്നോടൊരു തീരുമാനമാവും. ഞാൻ ചെറിയൊരു ഒറ്റമൂലി പ്രയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, അത് ചെല്ലുമ്പോൾ അറിയാം. ഒന്നുകിൽ ക്രമസമാധാനം കിട്ടും, അല്ലെങ്കിൽ പോകും. നിന്നെ ഞാൻ ഒരു ഒറ്റമൂലി പ്രയോഗം നടത്തും. അച്ഛമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ. പോലീസ് സ്റ്റേഷനിലേക്ക് അപസമാധാനം നടത്തണം, വീട്ടിൽ വന്നാലും നിർത്തണം. ഒരു ട്രാൻസ്ഫർ പിടിച്ച് നേരെ കാശ്മീർക്ക് പോയാലോ? പഹൽഗാമിലേക്ക് അയ്യോ, അവിടെ പോണ്ട. ഇരുളിൻ പാതയിലേ കൊതി നുണയും പറയാൻ വേണ്ടിട്ട് ഇറങ്ങിക്കോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ചേട്ടാ, ഞാൻ പറയുന്നത് നീയൊക്കെ എല്ലാം കൂടെ കേൾക്കാനിരുന്നിട്ടല്ലേ? ആര് കേൾക്കാനിരുന്ന്? ചേച്ചി പറഞ്ഞ ഇവിടെ ആളും കേട്ടിട്ടില്ല. രാവിലെ ഇങ്ങനെ ഇറങ്ങും, ഇന്ന് ഏത് വീട്ടിൽ പോണം, ഇന്ന് ഇത് ആരുടെ കുറ്റം തിരക്കണം? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളെ മരുമോൾ എന്താ ഇറങ്ങിപ്പോയത്? നിങ്ങളുടെ ഇളയ മോൻ എന്താ കല്യാണം നടക്കാത്തത്? ആദ്യം അതൊക്കെ പോയി തീർക്കും. അതെങ്ങനെ ഇവരല്ലേ വീട്ടിലുള്ളത്? എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇങ്ങോട്ട് കയറി കൊത്തണ്ട കേട്ടോ. പിന്നെ രാവിലെ ഇറങ്ങിയിട്ട് ഈ കൊതി നുണയും പറയാൻ നടക്കണ എന്തിനാ നിങ്ങള്? ഈ നുണയും പറയാൻ നിനക്കൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷമൊന്നുമില്ല. മേലാൽ ഓമന ചേച്ചി ഇങ്ങോട്ട് വേണമെന്നോ ചോദിച്ചേക്കരുത്. ഞങ്ങളാരും വിളിച്ചിട്ടില്ല, ചേച്ചിയല്ലേ ഇങ്ങോട്ട് വരുന്നത്. റൊണാൾഡോ വിളിച്ചപ്പോ വന്നത് കാര്യം നിങ്ങൾക്കൊന്ന് തരണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നിൽക്കുന്നത് എന്റെ സ്വന്തം അമ്മ തന്നെയാണ്. ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ തെറ്റാൻ പോണില്ല, കേട്ടല്ലോ. എന്റെടാ, ഇത് എന്തൊരു സാധനം ഇത്? ഓരോ വീട്ടിലും നടന്ന് കുത്തിത്തിരിവുണ്ടാക്കുവേട്ടാ. ഈ അലമലാതി വിളിച്ചിട്ടാ ഞാൻ വന്നത്. നിനക്കുണ്ടല്ലോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവനങ്ങ് വെച്ചിട്ട് നിങ്ങളങ്ങ് കൊടുക്ക്, ഞങ്ങൾ ഇവിടെ നോക്കി നടക്കുന്നു മനുഷ്യനെ ഉണ്ടാക്കാൻ. ഇവിടെ കൂടുതൽ വർത്താനം പറയപ്പാ നോക്ക്. ചെല്ല്, ഞാൻ വിളിച്ചിട്ടല്ലേ വന്നേ. ഞാൻ തന്നെ പറയുന്നത്. വണ്ടി പോട്ടെ. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം, മേലാൽ എന്റെ ഫോണിൽ വിളിച്ചേക്കല്ലേ രണ്ടും. ഒരു ദിവസം അങ്ങോട്ട് കണ്ടിയോ കോമള ചേച്ചി ഇനി വിളിച്ചാലോ? പഞ്ചായത്തിലെ കാരണക്കാരൻ. അങ്ങ് വാ, നാളെ അങ്ങ് വാ, റോഡിൽ വെച്ച് എന്നെ കാണിച്ചേരെ. വിളിച്ചിട്ട് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല മച്ചമ്പി, അവരാണ് ഇവിടെ വന്ന് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അപ്പൊ അവരെ കൊണ്ട് തന്നെ ഇത് തീർക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നി. അതുകൊണ്ട് തങ്കഞ്ചേട്ടത്തിന്റെ ഫോണിനകത്തുനിന്ന് ഒരു കല്യാണാലോചന ബേസ് ഒരു തങ്കഞ്ചേട്ടത്തെ കൊണ്ട് വിളിപ്പിച്ചു. അവരോടി ഇഞ്ഞു വന്നു. വയറ് നിറച്ച് കൊടുത്തല്ലേ? കൊടുത്തു. മനസ്സമാധാനമല്ലോ? നിങ്ങളുടെ വണക്കം മാറിയല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കാന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് പ്രയോഗിച്ചത്. സംഗതി പേടിച്ചു പോയി. ശരി തന്നെ, കാര്യങ്ങളൊക്കെ സോൾവ് ആയി. നാണക്കേടാണ് കണ്ട പെണ്ണുങ്ങൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കണം. വീട്ടിൽ കിടന്ന് പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കുന്നു. ഈ മസിൽ കൊടുത്ത് മാറ്റാൻ പറ്റിയൊരു ഒറ്റമൂലി കൊണ്ട് നോക്കണോ? Aliens.